ബിലാല് തങ്ങൾ കേൾക്കേണ്ടി വന്നില്ലേ? എത്ര പ്രയാസങ്ങൾ ചുട്ടുവഴുത്ത മണൽ മരുഭൂമിയിൽ കിടന്ന് പിടഞ്ഞ് ബിലാല് റളിയല്ലാഹു അൻഹു ഓരോ ചാട്ടവാറിന്റെ അടിശരീരത്തിൽ വെള്ളം വീഴുമ്പോഴും ബിലാല് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞ ഒരേ ഒരു നാമം അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. മൂക്കറ്റം മദ്യപിച്ച് ഉമയ്യത്ത് ബിലാല് തങ്ങളുടെ ശരീരത്തിൽ വന്ന വലിയ വലിയ പാറക്കല്ലുകൾ കൊണ്ടുവന്ന് എറിയുന്ന സമയത്ത് പോലും ബിലാൽ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അല്ലാഹു അഹദ് എന്ന മനോഹരമായ വചനമാ. ക്ഷമയോടെ നേരിട്ട ബിലാൽ പ്രതിസന്ധികളിലും കഷ്ടപ്പാടിലും പ്രശ്നങ്ങളിലും തിരിച്ചടിക്കാതെ, തിരിച്ചൊരു വാക്ക് പോലും പറയാതെ, തിരിച്ചൊരു കുറ്റപ്പെടുത്തുന്ന വാക്ക് പോലും പറയാതെ തന്റെ ആദർശത്തിൽ അടിയുറച്ചു നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അല്ലാഹു അക്ബർ എന്ന. കടുത്ത മരുഭൂമിയാണ്, മണൽ മരുഭൂമിയിൽ കടുത്ത സൂര്യന്റെ പ്രകാശത്തിന്റെ ചൂട് താങ്ങാൻ കഴിയാതെ, ചുട്ടുമഴുത്ത കമ്പിപ്പാറയുടെ ചൂട് താങ്ങാൻ കഴിയാതെ, വലിയ വലിയ പാറക്കല്ലിന്റെ കനം താങ്ങാൻ കഴിയാതെ, കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, വെയിലിൽ നിന്നുള്ള അകന്നു നിൽക്കാൻ തണലില്ല, ശരീരം ആകെ തളർന്നു പോയി. ശരീരമാകെ തളർന്നുപോയി. ബിലാൽ തങ്ങളുടെ ശരീരമാകെ തളർന്നുപോയി. ആ ബിലാൽ റളിയല്ലാഹു അൻഹു വെള്ളത്തിന് വേണ്ടി ദാഹം വരികയാണ്. ദാഹിച്ച് കുറച്ച് വെള്ളം ചോദിച്ച സമയത്ത് ഉമയ്യത്ത് ചെയ്തതെന്തെന്നറിയോ? മഹാനായ ബിലാൽ റളിയല്ലാഹുവിന്റെ നെഞ്ഞത്ത് ചവിട്ടി കയറുകയാണ്. മലർത്തി കിടത്തിയിട്ട് ബിലാൽ റളിയല്ലാഹുവിന്റെ നെഞ്ഞത്ത് ചവിട്ടി കയറിയിട്ട് ബിലാൽ റളിയല്ലാഹുവിന്റെ വായ തുറന്ന് വെള്ളം ചോദിച്ച ബിലാൽ തങ്ങളുടെ വായയിലേക്ക് ഉമയ്യത്തദാ മൂത്രമൊഴിച്ചു കൊടുക്കുകയാണ്. അല്ലാഹ്, എത്ര സങ്കടമാണ്, എത്ര പീഡനങ്ങളാണ് മഹാന്മാരായ സ്വഹാബത്ത് അനുഭവിച്ചതെന്നറിയോ? അല്ലാഹുവേ, ബിലാൽ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് തുപ്പിക്കളയുകയാണ്. അല്ലാഹ്, എത്ര വിഷമങ്ങളാണ് ബിലാൽ തങ്ങൾ അനുഭവിച്ചത്. മദീനയുടെ പൂങ്കുയിലായ മുത്തുനബിയുടെ പ്രിയപ്പെട്ട പാട്ടുകാരനായ, മുത്തുനബിയുടെ പ്രിയപ്പെട്ട പാട്ടുകാരനായ, മുത്തുനബിയുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ ബിലാൽ കറുകറുത്ത ശരീരമാണെങ്കിലും ശരീരത്തിന്റെ കവയാതലത്തിന്റെ അകത്ത് വെളുത്ത പ്രകാശ കൊട്ടാരം പണിത മഹാനായ ബിലാൽ, ഉമയ്യത്തിന്റെ അടിമപ്പാതളത്തിൽ തക്ബീർ മുഴക്കിയ ബിലാലേ, നിനക്ക് വേണ്ടതെല്ലാം നൽകാമെന്ന് സ്വപ്ന വാഗ്ദാനം ഉമയ്യത്തുമെന്ന് പറഞ്ഞപ്പോഴും അതെല്ലാം തട്ടിമാറ്റി അല്ലാഹു അക്ബർ എന്ന ആദർശത്തിൽ ഉറച്ചു നിന്ന ബിലാൽ യാസർ തങ്ങൾക്ക് വന്നതുപോലെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ശത്രുക്കളെ വന്ന് വിച്ഛേദിക്കുമെന്ന് ഉറപ്പായിട്ട് പോലും അല്ലാഹു അക്ബർ എന്ന ആദർശത്തിൽ ഉറച്ചു നിന്ന മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. മുഹമ്മദിന്റെ അനുയായിയാളെന്ന് പറയുമ്പോഴല്ല ഓരോ ചാട്ടവാറ കൊണ്ടുവന്ന് ഉമയ്യത്തും കിങ്കരന്മാരും ബിലാൽ തങ്ങളെ ആക്രമിക്കുകയാണ്. അടികൊണ്ടിട്ട് വേദനിച്ചിട്ട് കരയാ പോലും കണ്ണിൽ കണ്ണുനീര് ബാക്കിയില്ലാതെ കഷ്ടപ്പെടുന്ന മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ആ മണലാരണ്യത്തിൽ കിടന്ന് തന്റെ ആദർശത്തിൽ ഉറച്ചു നിന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാ. അപ്പോഴും അതാ വലിയ വലിയ പാറക്കല്ല് കൊണ്ടുവരികയാണ്. പട്ടിണി കിടക്കുന്ന ബിലാൽ തങ്ങളെ ഭക്ഷണം കഴിക്കാനില്ലാതെ, വെള്ളം കുടിക്കാനില്ലാതെ, ഒരൊറ്റ നേരം വെള്ളം കുടിക്കാനില്ലാതെ ദാഹിച്ചു വലഞ്ഞ ബിലാൽ തങ്ങളുടെ ശരീരത്തിലേക്ക് വലിയ പാറക്കല്ല് കൊണ്ടുവന്ന് വെച്ചപ്പോൾ പോലും ബിലാലെ, ഒന്ന് മാറിക്കോ ബിലാലെ, നിന്റെ ആദർശത്തിൽ നിന്ന് പിന്മാറി ബിലാലെ, നിന്റെ ആദർശത്തിൽ നിന്ന് മാറി നിൽക്കടാ ബിലാലെ, മുഹമ്മദ് തങ്ങളെ മതത്തിൽ നിന്ന് പിന്മാറൂ ബിലാലെ, നിനക്ക് സ്വർണത്തിന്റെ കൊട്ടാരം തരാം ബിലാലെ.
ഈ മദീനയിൽ മക്കയിൽ നിനക്ക് വലിയ വലിയ മോഹങ്ങളല്ല, നിന്റെ മോഹത്തിനനുസരിച്ചുള്ള വാഗ്ദാനങ്ങൾ ഞാൻ തരാം ബിലാലേ. ഓരോ പാറക്കല്ലുകൾ നെഞ്ചിൽ വെക്കുമ്പോൾ തന്റെ ശരീരത്തിലുള്ള ശബ്ദമതാ ഓരോ അടികൊള്ളുമ്പോഴും താഴ്ന്നു പോവുകയാണ്. ആ ശബ്ദം നിലക്കുന്നത് വരെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നാവിലുള്ള മനസ്സിലുള്ള ലോകം കേട്ടത് അല്ലാഹു അക്ബർ എന്ന ആദർശമാ, അല്ലാഹു അക്ബർ എന്ന ആദർശമാ. അങ്ങനെ അക്രമങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ നിന്നും പ്രതികരിച്ചില്ല. വിവരങ്ങളെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുന്നുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് പ്രതികരിച്ചില്ല. ഓരോ സംഭവങ്ങളും ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് വിവരങ്ങൾ പറയുന്നുണ്ട്. യാസിർ റളിയല്ലാഹു അൻഹു ശഹീദായ വിവരം അല്ലാഹുവിന്റെ ഹബീബ് അറിഞ്ഞപ്പോ അവിടുന്ന് മുത്തുനബി ദുആ ചെയ്തു, യാസറിന് കുടുംബത്തിന് സ്വർഗത്തിലൊരു കൊട്ടാരം കൊടുക്കണമല്ലാ, യാസറിന് കുടുംബത്തിനോ സ്വർഗത്തിലൊരു കൊട്ടാരം കൊടുക്ക അല്ലാ. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചത്. അപ്പോഴൊക്കെ മുത്തുനബി അവർക്ക് മാപ്പ് കൊടുത്തു. അപ്പോഴൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെയൊക്കെ പീഡനങ്ങൾ ഉണ്ടായിട്ട് പോലും അവസാനമാണ് ബദറിൽ എത്തിപ്പെടുന്നത്. അവിടെ ഒന്നും മുത്തുനബി തിരിച്ചടിച്ചില്ലല്ലോ. അവിടെ ഒന്നും അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചടിക്കാൻ ഒരു ആഹ്വാനവും കൊടുത്തില്ല.